തീർച്ചയായിട്ടും ഈ കാണുന്ന ഫയൽ, അതായത് ഞാൻ ഈ നഗരസഭയുടെ ഇവിടെ വരുമ്പം എൻ്റെ ഉണ്ടായിരുന്ന ഈ പ്ലാസ്റ്റിക് ഫയലാണ്. ഈ ഫയല് നമ്മുടെ സർക്കാർ, അതായത് പാലാ മുനിസിപ്പാലിറ്റിയിൽ ഉപയോഗിക്കുന്ന ഫയലല്ല, പാലായിലെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കൊടുത്തിരുന്ന ഫയൽ നഷ്ടപ്പെട്ടു എന്നാണ് ഇവിടെ ഈ കേസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നഗരസഭയുടെ ജീവനക്കാരൻ ഈ മുൻവശത്ത് ഇരിപ്പുണ്ട്. സെർഫിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ ഇങ്ങനെ കയറി വന്നപ്പോൾ ചോദിച്ചു, ഈ ഫയലുമായിട്ട് ആണ് ഞാൻ അന്നത്തെ ദിവസം ഇവിടെ വരുന്നത്, അപ്പോൾ ആ ഫയൽ തന്നെയാണോ ഇത്? അതെ, ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഫയലായിരുന്നു ബീച്ചേണ്ട കയ്യിലിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം വ്യക്തമാണ്. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ ഉപയോഗിക്കുന്ന ഇത്തരം പ്ലാസ്റ്റിക് ഫയലൊന്നുമല്ല, സർക്കാർ ഉപയോഗിക്കുന്ന കെട്ടിവെക്കുന്ന ഫയലാണ്. അത്തരത്തിലൊരു ഫയൽ ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ട് പോയിട്ടില്ലെന്നാണ് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹവുമായിട്ട് കൂടി ഇത് ക്ലിയർ ചെയ്യണം. ഒറ്റ കാര്യമുള്ളൂ, ഇന്ന് നഗരസഭയിലെ മെയിൻ ചർച്ചയ്ക്ക് വെച്ചിരുന്ന അജണ്ട എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫയൽ നഷ്ടപ്പെട്ടു എന്നുള്ള അജണ്ടയായിരുന്നു. ആ അജണ്ട എടുത്തപ്പോൾ ചെയർപേഴ്സൺ ചർച്ച ചെയ്യാതെ ഇറങ്ങിപ്പോകുന്നതിന്റെ പിന്നിലെ കാര്യം നിങ്ങളെല്ലാവരും, ഈ നാട്ടുകാരെല്ലാവരും മനസ്സിലാക്കണം. അതായത് ഒരു വളരെ വലിയ കള്ളക്കേസ് കൊടുക്കുകയായിരുന്നു. ഈ കള്ളക്കേസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഉരുണ്ട് മാറുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവിടെ തുടങ്ങിയ വിഷയമാണ്. എനിക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസിൽ കൊടുത്തിരിക്കുന്ന ഫയല് പ്ലാസ്റ്റിക് ഫയലാണ്. അത്തരം ഫയൽ ഉപയോഗിക്കുന്നതല്ല ഗവൺമെന്റിൽ എന്നുള്ള വിവരവും, അതോടൊപ്പം ഈ ഫയൽ കൊണ്ടേ കാണിച്ചപ്പോൾ ഈ ജീവനക്കാരൻ ഈ ഫയലുമായിട്ടാണ് ബീച്ചാട്ടം പുറത്തോട്ട് പോയെന്ന് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ഈ ഫയല് ഞാൻ അന്നത്തെ ദിവസം, അതായത് ഈ പ്രശ്നം ഉണ്ടായ ദിവസം, എന്നെ 3 പോലീസുകാർ, പാലായിലെ 3 പോലീസുകാർ ഇവിടെ നടന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി 3 പോലീസുകാരുടെ മധ്യത്തിലിരുന്നുകൊണ്ട് എന്നോട് അവർ ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആ സമയത്ത് എന്റെ കയ്യിലിരുന്ന ഒരു ഫയലാണിത്. ഈ ഫയലാണ് ഇവർ പറയുന്നത്, ഇതിനകത്ത് ഫയലും ഒരു വാച്ചും ഉണ്ടായിരുന്നു എന്നും അത് നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ഇത് സെന്റ് തോമസ് മാൾ എന്ന് പറയുന്ന ഒരു മാളിൽ നിന്ന് ഞാൻ അന്നത്തെ ദിവസം കാശ് കൊടുത്ത് ഞാൻ വാങ്ങിച്ച ഫയലും അതിൻ്റെ അകത്ത് ഞാൻ ഇതുപോലെ പേപ്പർ ഇട്ടുകൊണ്ട് വന്ന ഫയലുമാണ്. അപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഫയല് അത് കൊണ്ടുവരണം. അവർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉന്നതതല അന്വേഷണം നടത്തണം. അല്ലാതെ ആരെങ്കിലും ഒരാളെ കള്ളനാക്കിയ നടപടി. അതുപോലെ ചെയർപേഴ്സൺ ഞങ്ങളെ, അതായത് സ്വന്തം കൂടെയുള്ള ഒരു സഹ കൗൺസിലറിനെതിരെ വാച്ച് മോഷണം പോയി എന്നൊക്കെ ഇപ്പോൾ വളരെ മോശമായ രീതിയിലുള്ള വാർത്ത കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയം അന്വേഷിക്കണം, ഉന്നതതല അന്വേഷണം നടത്തണം, എത്രയും പെട്ടെന്ന് അതിൽ അന്വേഷണം നടത്തണം. കാരണം ഒറ്റ കാര്യമുള്ളൂ, കള്ളപ്പരാതി കൊടുത്ത് സഹ കൗൺസിലറിനെ ഈ രീതിയിൽ പൊതുമധ്യത്തിൽ മോശമാക്കി ചിത്രീകരിച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി കൂടി പാലായിലെ എല്ലാ കോൺഗ്രസ് കൌൺസിലർമാരും ചെയർപേഴ്സണുള്ള പിന്തുണ പിൻവലിച്ചതായി അറിയിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനു മുമ്പ് തന്നെ അവിശ്വാസം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഞങ്ങൾ കോൺഗ്രസിന്റെ കൌൺസിലേഴ്സ്, സ്വതന്ത്ര കൌൺസിലറെ മായരാക്കൂല, അവിശ്വാസം രേഖപ്പെടുത്തി കഴിഞ്ഞതാണ്. അത് ഞങ്ങൾ പൊതുജനങ്ങളോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞതാണ്. അതോടൊപ്പം സമൂഹം പറഞ്ഞു അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഞങ്ങളെ നല്ല വിശ്വാസമാണ്. ഒരു കാരണവശാലും പാലായിലെ കോൺഗ്രസ് ഒന്നടങ്കം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് ഇവരുടെ പിന്തുണ, അതായത് ഇവിടുത്തെ സ്വതന്ത്ര മുന്നണിക്കുള്ള പിന്തുണ പിൻവലിച്ചതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഒരു കാരണവശാലും, കോൺഗ്രസ് പാർട്ടി ഞങ്ങളെ തള്ളിക്കളയില്ല, ഞങ്ങളെ വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. ആദ്യമായി അവിശ്വാസം കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഒരുമിച്ച് നിന്നുകൊണ്ട്, കൌൺസിലേഴ്സ് ഒരുമിച്ച് നിന്നുകൊണ്ട്, അതിനുശേഷം LDF കൊണ്ടുവന്നത്. ഓക്കെ, നിയമപരം അതിന്റെ അത് സമ്മതിക്കാം. കാരണം ഞങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടി 9 അംഗങ്ങൾ വേണം. ഞങ്ങൾക്ക് 9 അംഗങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് അത് LDF കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായത്. അല്ല, ഇതിപ്പം നിങ്ങൾ പ്രമേയം പാസാക്കിയെങ്കിലും അത് DCCA UDF നേതൃത്വം അംഗീകരിച്ചിട്ടില്ലല്ലോ.